ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 28-ാം വാക്യം. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു. ഈശോ വഴിയിലൂടെ യാത്ര ചെയ്തപ്പോൾ 2 അന്ധന്മാര് അവരുടെ ആവശ്യവുമായിട്ട് ഈശോയെ സമീപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ വഴിയിൽ വെച്ച് ഈശോ അവർക്ക് ഒരു മറുപടിയും നൽകുന്നില്ല. എന്നാൽ ഈ അന്ധന്മാരെന്താ ചെയ്തത്? അവരവിടെ നിന്നില്ല, മറിച്ച് അവർ ഈശോയുടെ പിന്നാലെ നടന്ന് അവന്റെ ഭവനത്തിലെത്തി. അവനോട് ആവശ്യം പറഞ്ഞ് അവരുടെ ആവശ്യം നേടിയെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ 2 അന്ധന്മാര് നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു മാതൃക നമുക്ക് നൽകുന്നുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നമുക്ക് ലഭിക്കണം. ഇത് കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞ് കടന്നു പോകുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും നമ്മൾ മാറാറുണ്ട്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. എത്രയും പ്രാർത്ഥിച്ചല്ലോ അച്ഛാ, പ്രാർത്ഥിച്ചിട്ട് എനിക്കിത് കിട്ടിയില്ലല്ലോ. ഈ ഒരു നിരാശ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഏറി വരികയാണ്. ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന നമ്മുടെ മുൻപില് ഈ അന്ധന്മാര് ഒരു വെല്ലുവിളി തന്നെയാണ് കേട്ടോ. അവരെപ്പോഴാണ് ഈശോയോട് ആവശ്യം ഉന്നയിച്ചത്? വഴിയിൽ വെച്ച് ഈ 2 അന്ധർ ഈശോയോട് തന്റെ ആവശ്യങ്ങൾ പറഞ്ഞപ്പോഴും ഈശോ ഒന്നും മിണ്ടാതെ അവരെ അവഗണിച്ചു കടന്നുപോയി. അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാറുണ്ട്, ഞങ്ങൾ അന്ധന്മാരല്ലേ, ഞങ്ങൾക്ക് കാഴ്ചയില്ലല്ലോ. എന്നിട്ടും ഈശോ ഞങ്ങളുടെ അപേക്ഷ നിരസിച്ച് കടന്നുപോയല്ലോ. നിരാശപ്പെട്ട് കുറ്റം പറഞ്ഞ് അവർക്ക് വേണമെങ്കിൽ വീണ്ടും ആ വഴിയരികിൽ തന്നെ ഇരിക്കാമായിരുന്നു. പക്ഷെ അവരെന്താ ചെയ്തത്? അവരവിടെ ഇരുന്നില്ല. അവർക്ക് അന്ധതയുള്ളതാണ്, ശാരീരികമായിട്ട് അസ്വസ്ഥതകളുണ്ട്. പക്ഷേ ഈശോയുടെ പിന്നാലെ ഈ അന്ധത വെച്ചുകൊണ്ട് അവർ യാത്ര ചെയ്തു. ഈശോയുടെ പിന്നാലെ യാത്ര ചെയ്ത് ഭവനത്തിലെത്തിയപ്പോഴാണ് ഈശോ അവർക്ക് കാഴ്ച നൽകിയത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അപേക്ഷയുടെ ദൈർഘ്യമുണ്ടായിരിക്കണം. പ്രതീക്ഷയോടുകൂടി വിശ്വാസത്തോടുകൂടി ഈശോയുടെ പിന്നാലെ നടന്ന് ചോദിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. 1 പ്രാവശ്യം ചോദിച്ചാൽ പോരാ, 100 പ്രാവശ്യം ഈശോ തരുന്നത് വരെ അവന്റെ പിന്നാലെ ശല്യപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തില് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ദൈവം തരിക. ചിലപ്പോൾ 1 പ്രാവശ്യം ചോദിച്ചാൽ ദൈവം തരുമായിരിക്കാം. ചിലപ്പോൾ 100 പ്രാവശ്യം ഞാൻ ചോദിക്കേണ്ടതായിട്ട് വരും. എന്റെ വിശ്വാസത്തെ എന്റെ ദൈവം പരീക്ഷിക്കുന്ന നിമിഷമാത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ അന്ധരെ പോലെ ആഴമായ വിശ്വാസത്തോടെ ഈശോയുടെ പിന്നാലെ നടന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ ലഭിക്കുക. അതുകൊണ്ട് നിരാശപ്പെടരുത് കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് തമ്പുരാനെ കുറ്റം പറയാതെ, നിരാശപ്പെടാതെ, പ്രത്യാശയോടുകൂടി ഈശോയുടെ പിന്നാലെ വിശ്വാസത്തോടെ യാത്ര ചെയ്ത് അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.